ഹലോ വെൽക്കം ഗൈസ്, എല്ലാവർക്കും യാസ് ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കാൻ പോകുന്നത് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ കാണുന്ന ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ ചാറ്റ് റൂമാണ്. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക് ഒന്നും പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഓഡിയോ ചാറ്റ് റൂമാണ് ക്ലബ് ഹൗസ്. ക്ലബ് ഹൗസ് ഈ ഒരാഴ്ചക്കിടയിലായിട്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈ ക്ലബ് ഹൗസ് ഇപ്പോൾ കത്തി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ക്ലബ് ഹൗസ് നിൽക്കുന്നത്. ക്ലബ് ഹൗസ് എന്ന ആപ്ലിക്കേഷൻ ഒരു ബീറ്റ വെർഷനാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. ഇൻവിറ്റേഷൻ വഴി മാത്രമേ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ഇതിൽ വളരെ ഉപകാരപ്രദമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ പല പല ഓൺലൈൻ ചാറ്റ് റൂമുകളുണ്ട്. പല വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്ന പരസ്പര സംസാരം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് നമുക്ക് ഇതിൽ സംസാരിക്കാം. ഓഡിയോ മാത്രം ഇതിൽ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പ്രൊഫൈലൊക്കെ വാട്സപ്പിലെ പോലെ തന്നെ പ്രൊഫൈലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ക്ലബ് ഹൗസിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് പല ആൾക്കാരും വീട്ടിലിരിക്കണതാണ്. കുറേ പേര് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ആശ്വാസം കിട്ടുന്നൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇനി ക്ലബ് ഹൗസിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഇത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ക്ലബ് ഹൗസ് എന്ന് അടിച്ചാൽ മതി. ക്ലബ് ഹൗസ് ഡ്രോപ്പ് ഇൻ ഓഡിയോ ചാറ്റ്, ഇതാണ് ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ. ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസിൽ ഒരു ലേഡിയുടെ തലയുള്ളൊരു പിക്ചർ കാണിക്കും. ആ ക്ലബ് ഹൗസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിലാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക, ഇനിയാണ് പരിപാടി. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈനിനൊക്കെ ഉണ്ട്. അത് നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇൻവിറ്റേഷൻ വഴി നമുക്ക് കയറാൻ പറ്റും. പിന്നെ നമുക്ക് പ്രൊഫൈലൊക്കെ കൂടെ സെറ്റാക്കാൻ സുഖമായിട്ട്. അതുപോലെ തന്നെ ബയോ ഇടാം. വ്യത്യസ്തമായ പ്രൊഫൈലൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫോളോവേഴ്സ് കയറും. അതുപോലെ തന്നെ ഇതിലുള്ള ചാറ്റ് റൂമൊക്കെയാണിത്. ഇനി നമുക്കൊരു റൂം നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാർട്ട് റൂം കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഓപ്പൺ റൂമാണെങ്കിൽ ഈ അതായത് ക്ലബ് ഹൗസിലുള്ള എല്ലാവർക്കും ഓടിക്കയറി വരാൻ പറ്റുന്ന ഇതാണ് ഓപ്പൺ റൂം. പിന്നെ സോഷ്യൽ റൂമുണ്ട്, ക്ലോസ്ഡ് റൂമുണ്ട്. അതായത് ഒരു പ്രൈവറ്റ് റൂമാണ്. അത് നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആ റൂമിൽ വന്ന് കയറാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസിൽ അധികം വീഡിയോ റെക്കോർഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത് അവരെ പോളിസിക്ക് എതിരാണെന്നാണ് അവരെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം അത് റെക്കോർഡ് ചെയ്യാത്തത്. ഇനി ഇത് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും. ക്ലബ് ഹൗസിൻ്റെ പിന്നെ കുറച്ച് ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ വൈഫൈ ഉള്ളവർക്ക് ഇത് അധികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നെറ്റ് നല്ല രീതിക്ക് നല്ലോണം നെറ്റ് തീരുകയും ചെയ്യും. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജും ശരിക്കും ഇറങ്ങുകയും ചെയ്യും. ഇത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നല്ലതിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനി കാണാം.